നമസ്കാരം. PSC സ്കോറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ചോദ്യപേപ്പറാണ് ചെയ്യുന്നത്. അതായത് SSLC പ്രിലിംസ് 2022 SSLC പ്രിലിംസ് 71/2022 എന്ന ചോദ്യക്കടലാസിലെ പൊതുവിജ്ഞാന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ക്ലാസ്സിലേക്ക് സ്വാഗതം. വിജയാശംസകൾ. ആദ്യ ചോദ്യം 2019 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ് എന്നുള്ളതാണ്. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിത സൗമ്യ സ്വാമിനാഥനാണ്. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതയായ ഇന്ത്യൻ വനിതയാണ് സൗമ്യ സ്വാമിനാഥൻ. നെക്സ്റ്റ്, ഡോക്ടർ കസ്തൂരി രംഗൻ കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമാണ്? ഡോക്ടർ കസ്തൂരി രംഗൻ കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന 5+3+3+4 5+3+3+4 എന്നുള്ളതാണ്. ഡോക്ടർ കസ്തൂരി രംഗൻ കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടനയാണ് നമ്മളീ പറഞ്ഞത്. 5-3-3-4. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്താണ്? ഉത്തരം ചെങ്കോട്ടയാണ്. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയുടെ ചിത്രമാണ് പുതിയ 500 രൂപ കറൻസിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസാണ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ്. അടുത്ത ചോദ്യം, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയുടെ പേര്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവം ദാനം ചെയ്യുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. ആറാമത്തെ ചോദ്യം, യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. യുനെസ്കോയാണ് പൈതൃക പട്ടിക തയ്യാറാക്കുന്ന ഏജൻസി. പൈതൃക പട്ടിക തയ്യാറാക്കുന്ന സ്ഥാപനം യുനെസ്കോയാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസാണ്. അന്തർദേശീയ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആര് എന്നുള്ളതാണ് ചോദ്യം. ആവർത്തിക്കാം ചോദ്യം. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. എട്ടാമത്തെ ചോദ്യം, 2019 ലോകകപ്പ് ക്രിക്കറ്റിലെ ജേതാക്കൾ ആര്? 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ടായിരുന്നു. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ ഇംഗ്ലണ്ട്. അടുത്തത്, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് സിവാലിക് എന്നാണ്. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് സിവാലിക്. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം അറിയപ്പെടുന്ന പേര് സിവാലിക്. പത്താമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന, അതായത് നാറ്റോ. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. 3 പ്രസ്താവനകളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഞാൻ വായിച്ചത്. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടനയായ നാറ്റോ രൂപം കൊണ്ടത് 1949 ഏപ്രിൽ 4-നാണ്. രണ്ടാമത്തെ ചോദ്യം, ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ് ആണ്. മൂന്നാമത്തെ പ്രസ്താവന, അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഈ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 പ്രസ്താവനകളും ശരിയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. നാറ്റോയെ സംബന്ധിച്ച് ഈ എഴുതിയിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ രൂപം കൊണ്ടത് 49-ലാണ്. നാറ്റോ 49, നാറ്റോ 49, നാറ്റോ 49. 49 4-ാം മാസം 4-ാം തീയതി. എളുപ്പമാണ്. നാറ്റോ 49, നാറ്റോ 49. അപ്പോൾ നാറ്റോ ഫോം ചെയ്തത് 49 ഏപ്രിൽ 4-നാണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസാണ്. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസാണ്. ബെൽജിയം എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ബ്രസൽസ്. ബെൽജിയത്തിൻ്റെ തലസ്ഥാനമാണ് ബ്രസൽസ്.
ആ 2 പ്രസ്താവനയും ശരിയാണ്. 3ാമത്തെ പ്രസ്താവന അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് നാറ്റോയുടെ ലക്ഷ്യം. ഈ 3 പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം ഏത്? ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരമാണ് നാഗ്പൂർ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരമാണ് നാഗ്പൂർ. അടുത്ത ചോദ്യം, 2022ഓടെ രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. 2022ഓടെ രാജ്യത്തെ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയാണ്. അപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി പ്രഖ്യാപിച്ചത് 2015 ജൂൺ 25-നാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം വിഴിഞ്ഞമാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് വിഴിഞ്ഞം തിരുവനന്തപുരം ജില്ലയിലാണ്. 14ാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് കാവേരി. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കാവേരിയാണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഉത്തരം മുംബൈ. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈയിലാണ്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കാവേരിയാണ്. ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈയിലാണ്. 17ാമത്തത്, 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? പ്രസ്താവനകൾ പറയുകയാണ്. 1ാമത്തേത്, പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. ശരിയാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ശരിയാണ്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. കറുത്ത മണ്ണിന് ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. തെറ്റാണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. അതും തെറ്റാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവനകളാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്ന് വിളിക്കുന്നു, കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള 2 പ്രസ്താവനകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇന്ദിരാഗാന്ധി കനാൽ എന്നുള്ളതാണ് ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. പരുത്തി തുണി വ്യവസായത്തിൽ പരുത്തി തുണി അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണം. പരുത്തി തുണി വ്യവസായത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനം ഗോവ. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 5. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 5ആണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 4ആണ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇവിടെ പറഞ്ഞത് പരുത്തി തുണി വ്യവസായത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 21ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന. ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച തീയതി 2/10/2010. അതായത് 2010 ഒക്ടോബർ 2-ാം തീയതിയാണ് ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയെ പൈതൃക മൃഗമായി അംഗീകരിച്ച തീയതി 2/10/2010. അങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കണം. 2/10/2010. ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച തീയതിയാണ് 2/10/2010. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. ദേശീയ പൈതൃക മൃഗം ചോദിക്കുകയാണെങ്കിൽ ആനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വഹിച്ച വ്യക്തി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. ഇന്ത്യൻ ദേശീയ ഗീതം വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി രചിച്ചതാണ് ആനന്ദമഠം എന്ന നോവൽ. ബങ്കിം ചന്ദ്ര ചാറ്റർജി സന്യാസി കലാപങ്ങളെ പശ്ചാത്തലമാക്കി രചിച്ചതാണ് ആനന്ദമഠം എന്ന നോവൽ. ആ നോവലിലെ കഥാപാത്രമായ ഭവനന്ദൻ ആലപിക്കുന്നതാണ് വന്ദേ മാതരം എന്ന ഗാനം. അപ്പോൾ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതേസമയത്ത് ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറും ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുമാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? ഉത്തരം 2005. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭാഗം 3. മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ്. അവകാശങ്ങൾ അമേരിക്ക, മൗലിക അവകാശങ്ങൾ അമേരിക്ക, അവകാശങ്ങൾ അമേരിക്ക. മൗലിക കർത്തവ്യങ്ങൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. കർത്തവ്യം റഷ്യ, കർത്തവ്യം റഷ്യ, കർത്തവ്യം റഷ്യ. അവകാശം അമേരിക്ക, അവകാശം അമേരിക്ക, കർത്തവ്യം റഷ്യ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് എന്നുള്ളതാണ്. വളരെ ലളിതമായ ചോദ്യമാണ്. ഉത്തരം 24. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. അശോക ചക്രം പുരോഗതിയെ ആണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാര്? ഉത്തരം ജസ്റ്റിസ് അരുൺ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് അരുൺ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺ മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യാണ്. പിംഗലി വെങ്കയ്യയുടെ സ്വദേശം ആന്ധ്രാപ്രദേശാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ, അടുത്ത ചോദ്യമാണ് പറയുന്നത് കേട്ടോ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചതിന് ശേഷം മാത്രമാണ് ഉത്തരം എഴുതേണ്ടത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? എ, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ബി, സ്വത്തവകാശം. സി, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഡി, സമത്വാവകാശം. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് ചോദിക്കാൻ സ്വത്തവകാശമാണ്. അതായത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സമത്വ അവകാശവും എല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് സ്വത്തവകാശമാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത് സ്വത്തവകാശം. അടുത്ത ചോദ്യം, 31ാമത്തെ ചോദ്യം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമര സമയത്താണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമര സമയത്താണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം നെഹ്റു അവതരിപ്പിച്ചത്. ശ്രദ്ധിച്ചിരിക്കുക, 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം നെഹ്റു അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരദിനമായി ആചരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9.
ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് 42 ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്. അടുത്തതൊരു ഉദ്ധരണിയാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന വാക്കുകൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ദില്ലി ചലോ എന്ന് ആഹ്വാനം ചെയ്തതും സുഭാഷ് ചന്ദ്രബോസാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നത് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസാണ്. നേതാജിയാണ് അങ്ങനെ പറഞ്ഞത്. ദില്ലി ചലോ എന്ന് ആഹ്വാനം ചെയ്തതും സുഭാഷ് ചന്ദ്രബോസാണ്. ദില്ലി ചലോ എന്ന് ആഹ്വാനം ചെയ്തത് നേതാജിയാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞതും സുഭാഷ് ചന്ദ്രബോസാണ്. അടുത്ത ചോദ്യം. ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6-ാം തീയതിയാണ്. 1930 ഏപ്രിൽ 6-ാം തീയതിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-ാം തീയതി ആയിരുന്നു. ദണ്ഡി യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12-ാം തീയതി ആയിരുന്നു. ദണ്ഡി യാത്ര അവസാനിച്ചത് 30 ഏപ്രിൽ 6-ാം തീയതിയാണ്. ഈ ഏപ്രിൽ 6-ാം തീയതിയാണ് ദണ്ഡി കടപ്പുറത്ത് വച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ച തീയതി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കേരള ഗാന്ധി കെ കേളപ്പൻ. കേരള ഗാന്ധി കെ കേളപ്പൻ. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? വേദാരണ്യം ഗാന്ധി. അതായത് 1930 തമിഴ്നാട്ടിലെ വേദാരണ്യം കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹം നയിച്ച ആളാണ് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയെയാണ് വേദാരണ്യം ഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നത്. ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജെറാൾഡ് ഫിഷ് ആണ്. ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജെറാൾഡ് ഫിഷ്. ജർമ്മൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജെറാൾഡ് ഫിഷ് ആണ്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. ഇന്തോനേഷ്യൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് അഹമ്മദ് സുകാർണോ. ഇന്തോനേഷ്യൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് അഹമ്മദ് സുകാർണോ. അഹമ്മദ് സുകാർണോ ആണ് ഇന്തോനേഷ്യൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമര അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡ് ലിയുവിനെയാണ്. റാണി ഗൈഡ് ലിയു. നാഗന്മാരുടെ റാണി എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡ് ലിയു. അടുത്ത ചോദ്യം. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആര്? താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് എ ഗാന്ധിജി, ബി നെഹ്റു, സി സർദാർ പട്ടേൽ, ഡി BR അംബേദ്കർ. വളരെ പരിചിതമായ ഉത്തരമാണ്. ഒത്തിരി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന വ്യക്തികളിൽ 3 വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് BR അംബേദ്കറാണ്. ഡോക്ടർ BR അംബേദ്കറാണ് 3 വട്ടമേശാ സമ്മേളനങ്ങളിലും പങ്കെടുത്തത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഉത്തരം റൗലക്റ്റ് നിയമം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? ഉത്തരം റൗലക്റ്റ് നിയമം. റൗലക്റ്റ് നിയമം പാസാക്കിയ വർഷം 1919. ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലക്റ്റ് ആക്ട് പാസാക്കിയത് 1919. റൗലക്റ്റ് ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിചാരണ കൂടാതെ ആരെയും തടവിലാക്കാം. എന്നുള്ളതാണ് റൗലക്റ്റ് ആക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിയമത്തിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയത്. ജാലിയൻ വാലാബാഗിൽ കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-ാം തീയതിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി 1919 ഏപ്രിൽ 13-ാം തീയതിയാണ്. അപ്പോൾ റൗലക്റ്റ് ആക്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ ഒരുമിച്ച് കൂടിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13-ാം തീയതിയാണ്. അടുത്ത ചോദ്യം. വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അവിസ്മരണീയമായ പ്രസംഗമാണ്. ഗെറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ ആണ്. വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമാണ്. ഗെറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയ എബ്രഹാം ലിങ്കൺ ആണ്. മുതുകുളം പ്രസംഗം
47. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കോഴഞ്ചേരി പ്രസംഗം സി കേശവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോക്കൂ, മുതുകുളം എന്നെഴുതുന്ന മാ കണ്ടോ, മുതുകുളത്തിൻ്റെ മാ, ആ മാ മന്നത്ത് പത്മനാഭൻ്റെ മായാണ്. അപ്പോൾ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ. കോഴഞ്ചേരി പ്രസംഗം, കോഴഞ്ചേരി എന്ന് പറയുമ്പോൾ ഒരു കാ കണ്ടോ, കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ. കോഴഞ്ചേരിയുടെ കാ എന്ന് പറയുന്ന സി, കേശവൻ എന്നുള്ളതിൻ്റെ കാ എന്ന അക്ഷരമാണ്. അപ്പോൾ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ, മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭൻ, ഗെറ്റീസ്ബർഗ് പ്രസംഗം നടത്തിയത് എബ്രഹാം ലിങ്കൺ, വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്നുള്ള പ്രസംഗം ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ചോദ്യം. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ്. ആ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് മൈക്കിൾ ഒ ഡയർ. ആ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഉദ്ധം സിംഗ്. മൈക്കിൾ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. അടുത്ത ചോദ്യം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല? ഉത്തരം കാസർഗോഡ്. യക്ഷഗാനം കർണാടക സംസ്ഥാനത്തിലൊരു കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ ഉത്തരം കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. രൂപം കൊണ്ടത് 1984 മെയ് 24 കാസർഗോഡ് ജില്ല രൂപം കൊണ്ടത് 1984 മെയ് 24 കേരളത്തിൻ്റെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള ജില്ല കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. അടുത്ത ചോദ്യം. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം പാലക്കാടാണ്. എല്ലാവർക്കും പരിചിതമായ ചോദ്യമാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഈ രണ്ട് ചോദ്യങ്ങളും മാറിപ്പോകാതെ പഠിക്കുക. സാധാരണ എന്നെ സംബന്ധിച്ച് എനിക്കിത് മാറിപ്പോകും. ഞാൻ ഓർത്ത് വച്ചിരിക്കുന്നത് സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണ്. സൈലൻറ്റ് വാലിയിലൂടെ കുന്തിപ്പുഴ, ലൂടക്കുന്തി ഇങ്ങനെയാണ് ഞാൻ ഓർത്ത് വച്ചിരിക്കുന്നത്. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ, സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ്, തൂതപ്പുഴ. അപ്പോൾ ലൂടക്കുന്തി എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ, സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലൻറ്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലാകെ കായലുകളുടെ എണ്ണം 34 കേരളത്തിലാകെ കായലുകൾ 34 കേരളത്തിലാകെ നദികൾ 44 കേരളത്തിലാകെ കായലുകളുടെ എണ്ണം 34 കേരളത്തിലാകെ നദികളുടെ എണ്ണം 44 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തവയിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതെന്ന് കണ്ടെത്തുക. എ കല്ലടയാർ, ബി പാമ്പാർ, സി കരമനയാർ, ഡി മണിമലയാർ. അതായത് 44 നദികൾ കേരളത്തിലുള്ളതിൽ 3 നദികൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അത് കബനിയും ഭവാനിയും പാമ്പാറുമാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദി പാമ്പാറാണ്. ഓപ്ഷൻ ബി പാമ്പാറാണ് ശരി ഉത്തരം. 44 നദികൾ കേരളത്തിലൂടെ ഒഴുകുന്നുണ്ട്. അതിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3. 1 കബനി വയനാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്, 2 ഭവാനി പാലക്കാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്, 3 പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നു. കബനിയും ഭവാനിയും പാമ്പാറും ഈ 3 നദികളും കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദികളാണ്. ബാക്കി 41 നദികൾ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. അടുത്തത്. പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? ഉത്തരം തീരപ്രദേശം. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ 5 തരം തിണകളാണുള്ളത്. ഭൂപ്രകൃതി അനുസരിച്ച് പ്രദേശങ്ങളെ 5ആയി തരംതിരിച്ചിട്ടുണ്ട്. പ്രാചീന തമിഴക കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തെയും ഓരോ തിണകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു തിണയുടെ പേരാണ് നെയ്തൽ. ഈ നെയ്തൽ എന്ന തിണ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണെന്നാണ് ചോദ്യം. തീരപ്രദേശം. അപ്പോൾ ഈ തീരപ്രദേശത്ത് വസിക്കുന്ന ജനങ്ങൾ പൊതുവെ മത്സ്യബന്ധനമായിരിക്കും അവരുടെ പ്രധാന തൊഴിൽ. മത്സ്യബന്ധനം, ഉപ്പ് നിർമ്മാണം ഒക്കെയാണ് നെയ്തൽ എന്ന തിണയിൽ വസിക്കുന്ന ജനങ്ങളുടെ പ്രധാന തൊഴിലായി കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ പ്രാചീന തമിഴകത്തിലെ തിണകളിലൊന്നായ നെയ്തൽ തീരപ്രദേശ വിഭാഗത്തിൽപ്പെടുന്ന ഭൂമിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ഉത്തരം മലമുഴക്കി വേഴാമ്പൽ.
കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ചോദ്യം, കൊടുങ്ങര പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം അട്ടപ്പാടി. കൊടുങ്ങര പള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം അട്ടപ്പാടി. അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ്. അട്ടപ്പാടി പാലക്കാട് ജില്ലയിലാണ്. കൊടുങ്ങര പള്ളം പുഴ അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 49ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ജില്ല ചോദിച്ചാലും ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ റിസർവ് വനമാണുള്ളത്. ആലപ്പുഴയിലെ വിയ്യപുരം എന്ന സ്ഥലത്ത് റിസർവ് വനമാണുള്ളത്. അപ്പോൾ വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. എന്നാൽ വനപ്രദേശം കൂടിയ ജില്ല ഇടുക്കിയാണ്. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? ഉത്തരം OM നമ്പ്യാർ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് OM നമ്പ്യാർ. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി OM നമ്പ്യാർ. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആര്? ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. ഒരു അനുബന്ധ പോയിന്റ് പറയാനുള്ളത്, ഈ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരെന്നൊരു ചോദ്യം വരും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഉൾപ്പെടെയുള്ള പ്രധാന കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ശിഷ്യനായ നടരാജഗുരുവാണ്. നാരായണ ഗുരുവിൻ്റെ രചനകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജഗുരുവാണ്. നടരാജഗുരു നാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ് നടരാജഗുരു. ഈ നടരാജഗുരു 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചു. നടരാജഗുരുവാണ് 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. നീലഗിരി തമിഴ്നാട്ടിലാണ്. ഈ നീലഗിരിയുടെ പ്രത്യേകത, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടി സംഗമിക്കുന്ന ഇടമാണ് നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് എവിടെ വെച്ച്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് നീലഗിരിയിൽ വെച്ചാണ്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ച ആരെന്ന് ചോദിച്ചാൽ അത് പൽപ്പുവിൻ്റെ മകനായ നടരാജഗുരുവാണ്. ആത്മോപദേശ ശതകം എഴുതിയത് ആര്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാര്? അത് നടരാജഗുരുവാണ്. അടുത്ത ചോദ്യം, കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ജാതി ഒന്ന്, മതമൊന്ന്, ലോകമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ഇത് വൈകുണ്ഠസ്വാമികളുടെ ഉദ്ധരണിയാണ്. ജാതി ഒന്ന്, മതമൊന്ന്, ലോകമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്നെന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരായിരുന്നു? സ്വദേശാഭിമാനി എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. പക്ഷേ പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1905 എന്ന വർഷത്തിൽ 1905 ജനുവരിയിൽ തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. 1905 തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങിൽ നിന്ന് 5 തെങ്ങ് 1905 5 തെങ്ങ്. അപ്പോൾ 1905 തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങിൽ നിന്ന് വക്കം മൗലവി ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി. അടുത്ത വർഷം, അതായത് 1906 ആയപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇതിൻ്റെ പത്രാധിപരായിട്ട് മാറി. അപ്പോൾ 6 എന്ന് പറയുന്ന വർഷത്തിൽ രാമകൃഷ്ണപിള്ള പത്രാധിപരായി. ഇതിനകത്തൊരു പോയിന്റ് മനസ്സിലാക്കാനുള്ളത്, ഈ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരാരെന്ന് ചോദിച്ചാൽ ഉത്തരം CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. 1905 ഈ പത്രം ആരംഭിക്കുന്നത്. രാമകൃഷ്ണപിള്ള പത്രാധിപരായത് 1906 1906 ജനുവരി ആയപ്പോൾ രാമകൃഷ്ണപിള്ള പത്രത്തിൻ്റെ പത്രാധിപരായി. ഇനി അതിനടുത്ത വർഷം 1907 ആയപ്പോൾ ഈ പത്രം ഓഫീസും പത്രവും എല്ലാം തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഇതിൻ്റെ ആസ്ഥാനം, ഈ പത്രം ഓഫീസ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് 1907. അപ്പോൾ 5 പത്രം ഉണ്ടാകുന്നു. ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. 6 രാമകൃഷ്ണപിള്ള ഇതിൻ്റെ പത്രാധിപരായിട്ട് മാറുന്നു. 1907 ആയപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു. 1910 ആയപ്പോൾ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തി. 1910 സെപ്റ്റംബർ 26 രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തിയ ദിവാനാണ് P. രാജഗോപാലാചാരി. 1916 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചു.
1916 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചു. അപ്പോൾ സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം പൊയ്കയിൽ കുമാരഗുരു അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് 1924. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. അവസാനിച്ചത് 25 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30-നാണ്. അവസാനിച്ചത് 25 നവംബർ 23-നാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ എൻ്റെ ജീവിത സ്മരണകൾ എന്നുള്ളതാണ്. എൻ്റെ ജീവിത സ്മരണകളാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാർ? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. ഇന്ത്യൻ നാഷണൽ ആർമി INA. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ. ശ്രദ്ധിച്ച് പഠിക്കുക. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. അടുത്ത ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന നാടകം രചിച്ചതാര്? ഉത്തരം VT ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയുന്ന നാടകം VT ഭട്ടതിരിപ്പാട് അവതരിപ്പിക്കുന്നത് 1929-ലാണ്. അടുക്കളയിൽ നിന്നെന്ന അരങ്ങത്തേക്കെന്ന നാടകം ആദ്യമായി അവതരിപ്പിക്കുന്നത് 1929-ലാണ്. 1929 ഇടക്കുന്നിയിലാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന് പറയുന്ന നാടകം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഇടക്കുന്നിയിലാണ്. VT ഭട്ടതിരിപ്പാടാണ് ആ നാടകത്തിൻ്റെ രചയിതാവ്. അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഭാരതി ഉദയഭാനു. അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്ന പുസ്തകം എഴുതിയത് ഭാരതി ഉദയഭാനു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് VT ഭട്ടതിരിപ്പാടും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ഭാരതി ഉദയഭാനുവുമാണ്. അടുത്ത, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര 1893-ലാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര 1893-ലാണ്. നന്നായിട്ട് ഓർത്തു വയ്ക്കാൻ പറ്റും. അയ്യങ്കാളി ഇവിടെ വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ്, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് ഈ വില്ലുവണ്ടി യാത്ര നടത്തിയത്. അത് 1893-ലാണ്. അതേ വർഷത്തിലാണ് വിവേകാനന്ദൻ ചിക്കാഗോയിൽ പ്രസംഗിച്ചത്. 1893 വിവേകാനന്ദൻ പ്രസംഗിച്ചത് 1893 സെപ്റ്റംബർ 11 ചിക്കാഗോ പ്രസംഗം. വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം 1893 സെപ്റ്റംബർ 11 ആ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ വില്ലുവണ്ടി യാത്ര, അവിടെ ചിക്കാഗോ പ്രസംഗം. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയും വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗവും 1893-ലാണ്. അപ്പോൾ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. അടുത്തത്, വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ഈ പേരുമായി സാമ്യതയുള്ള പുസ്തകങ്ങളാണ് ഏതൊക്കെ? വേദാധികാര നിരൂപണം, ഷൺമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. വേദാധികാര നിരൂപണം, ഷൺമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. വേദാധികാര നിരൂപണം, ഷൺമത നിരൂപണം, ജീവകാരുണ്യ നിരൂപണം, പുനർജന്മ നിരൂപണം. ഇത് 4 എഴുതിയ ചട്ടമ്പി സ്വാമിയാണ്. എന്ന് കരുതി നിരൂപണം എന്ന വാക്ക് വന്നാൽ ഉത്തരം ചട്ടമ്പി സ്വാമി എഴുതാമെന്ന് തെറ്റിദ്ധരിക്കരുത്. നിരൂപണം എന്ന് കേട്ട് കഴിഞ്ഞ് ഉടനെ ചട്ടമ്പി സ്വാമി എന്ന് എഴുതരുത്. കാരണം പഞ്ചകല്യാണി നിരൂപണം എന്ന പുസ്തകം എഴുതിയത് മന്നത്ത് പത്മനാഭനാണ്. പഞ്ചകല്യാണി നിരൂപണം എന്ന പുസ്തകം എഴുതിയത് മന്നത്ത് പത്മനാഭനാണ്. വേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? ഉത്തരം ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 24 മനുഷ്യ ശരീരത്തിലെ വാരിയലിലുള്ള അസ്ഥികൾ 24 അസ്ഥികൾ വാരിയലിൽ ഉണ്ട്. മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ 24 അസ്ഥികളുണ്ട്. വൈഡൽ ടെസ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത് ടൈഫോയിഡാണ്. വൈഡൽ ടൈഫോയിഡ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാരിയലിലുള്ള അസ്ഥികളുടെ എണ്ണം 24,
ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം ഡി. അടുത്ത ചോദ്യം, കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം 6.5-നും 7.5-നും ഇടയ്ക്കാണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം 6.5-നും 7.5-നും ഇടയ്ക്കായിട്ട് വരുന്നതാണ്. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം, എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ വിളിക്കുന്ന പേരാണ് എപ്പിഫൈറ്റുകൾ. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് എപ്പിഫൈറ്റുകൾ. അടുത്തത്, ഭൂകാണ്ഡത്തിന് ഒരു ഉദാഹരണം ഉരുളക്കിഴങ്ങ്. ഭൂകാണ്ഡത്തിന് ഉദാഹരണം ഉരുളക്കിഴങ്ങ്. അടുത്ത ചോദ്യം, പയർ വർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? ഇവിടെ ഒരു 4 വിത്തിനം കൊടുത്തിട്ടുണ്ട്. ഹരിത, ജ്യോതിക, ലോല, മാലിക. ഇതിൽ പയർ വർഗ്ഗത്തിൽ ഉൾപ്പെടാത്തത് ഹരിതയാണ്. ജ്യോതികയും ലോലയും മാലികയും പയർ വർഗ്ഗത്തിൽ ഉൾപ്പെടുന്നതാണ്. പയർ വർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഹരിതയാണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഉത്തരം, അലുമിനിയം. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയം എ, ബോക്സൈറ്റ് ബി. എ ബി എന്ന് പഠിച്ചു വെക്കുക. എ ബി. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രശങ്കര എന്ന സങ്കരയിനം തെങ്ങ് വികസിപ്പിച്ചെടുത്തത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈ 2 ഇനങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്താണ് ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈ 2 ഇനങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത സങ്കരയിനം തെങ്ങാണ് ചന്ദ്രശങ്കര. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാര്? ഉത്തരം, മോസ്ലി. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് മോസ്ലി. അടുത്ത ചോദ്യം, ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം, 3. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3 ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം 3. ബേക്കിംഗ് സോഡയുടെ രാസസൂത്രം. ബേക്കിംഗ് സോഡയുടെ രാസസൂത്രമേത്? NaHCO3. ബേക്കിംഗ് സോഡയുടെ രാസസൂത്രമാണ് NaHCO3. അടുത്ത ചോദ്യം, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്ര? ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില 212 ഡിഗ്രി. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. അടുത്ത ചോദ്യം, പ്രകൃതിയുടെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? അത് ഗുരുത്വബലമാണ്. പ്രകൃതിയുടെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വബലം. പ്രകൃതിയുടെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുരുത്വബലം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് എന്തിനാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് എന്തിനാണ്? എ, വായു, ബി, മെർക്കുറി, സി, ജലം, ഡി, മെഥനോൾ. ഉത്തരം, സി, ജലം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണ്. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണ്. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. നന്നായിട്ട് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങളും മറ്റ് വിഷയങ്ങളുമായിട്ട് വേറൊരു ക്ലാസ്സിൽ വീണ്ടും കേൾക്കാം. താങ്ക് യു.